ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ വയനാടൻ ട്രിപ്പിലെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. വയനാടൻ കാഴ്ചകളിൽ നെക്സ്റ്റ് കാണാൻ പോയത് തിരുനെല്ലി അമ്പലത്തിലേക്കായിരുന്നു. അതൊക്കെ പെട്ടെന്നുള്ളൊരു ഡിസിഷനായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്നാൽ ശരി പോയി കാണാം. കുറേയധികം സ്ഥലങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് തിരിച്ചു. നമ്മൾ പോണത് തിരുനെല്ലി കാട്ടിൽ കൂടെയാണ് കേട്ടോ. ഈ ഒരു വഴിയൊക്കെ നല്ല ഭംഗിയാണ്, റോഡൊക്കെ കാണാൻ സൂപ്പറാണ്. രണ്ട് സൈഡിൽ നിറച്ച് മരങ്ങളാണ്, അതിൽ തേക്കാണ് കേട്ടോ കൂടുതലും കാണുന്നത്. തിരുനെല്ലി കാട് പൂത്തു തിന തിന്നാൻ കിളിയിറങ്ങി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? പഴയൊരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. ആ പാട്ടിലാണ് തിരുനെല്ലി എന്നുള്ളൊരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്ഥലത്തിൽ കൂടെയൊക്കെ പോകാൻ പറ്റി. വയനാട് കണ്ടു പോന്നപ്പോൾ എനിക്ക് തോന്നിയത് വയനാടിൻ്റെ ഭംഗീനെ പറ്റി ആരും ഒരു പാട്ട് എഴുതിയില്ലേ എന്നായിരുന്നു കേട്ടോ. ഇടുക്കീനെ പറ്റി സൂപ്പർ ഹിറ്റ് ഒരു പാട്ടുണ്ടല്ലോ, മഹേഷിൻ്റെ പ്രതികാരത്തിലെ. എനിക്ക് നല്ല ഇഷ്ടമാണ് പാട്ട്. അതുപോലെ ഇടുക്കി ഗോൾഡിലെ പാട്ട്. ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കാട്ടിക്കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരും. വല്ലാത്ത ഫീലാണ് കേട്ടോ ആ പാട്ട്. മാണിക്യച്ചിറകുള്ള എന്നുള്ള ആ പാട്ട്. ഈ വഴി കൂടെയുള്ള മഴക്കാലത്തെ യാത്ര എങ്ങനെയാവില്ല കേട്ടോ, അതിലും നല്ല ഭംഗിയായിരിക്കും. കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ കുട്ടികളിൽ നിന്ന് ഓറഞ്ച് വിൽക്കണം, ഇങ്ങനെ കവറിലാക്കി കൊണ്ടുവന്നേക്ക കിറ്റിലാക്കിയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി വാങ്ങിയിട്ട് ചേട്ടന് അവർ പറഞ്ഞതിനേറ്റവും ക്യാഷ് കൂടുതൽ കൊടുത്തു വിട്ടാൽ സന്തോഷമായിട്ടുണ്ടാവും. മിഠായി വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. ഓറഞ്ച് കണ്ടപ്പോൾ പച്ചയാണെന്ന് തോന്നി, പക്ഷെ പൊളിച്ച് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ വരുന്ന ഈ ഭാഗമൊക്കെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. മൃഗങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ചിലപ്പോൾ വരുമ്പോഴൊക്കെ കാണാൻ പറ്റും. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒന്നിനും കണ്ടില്ല. ഈ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനോട് അടുത്തായിട്ടാണ് തിരുനെല്ലി അമ്പലം ഇരിക്കുന്നത്. തോൽപ്പെട്ടിയുടെ വടക്കും പടിഞ്ഞാറും ഭാഗത്ത് ബ്രഹ്മഗിരി കുന്നുകളാണ്. നമ്മൾ ഈ അമ്പലത്തിൽ കയറി മുകളിലെത്തിയിട്ട് ചുറ്റും നോക്കുമ്പോൾ ഇങ്ങനെ ചുറ്റും മലകൾ കാണാൻ പറ്റും. ഈ അമ്പലം ഇരിക്കണതും ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെല്ലി ക്ഷേത്രം. മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനായിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടും അതുതന്നെയാണ്. ഇവിടെ ഒരു തവണ ബലിയിട്ടാൽ നമ്മളിപ്പോൾ എല്ലാ വർഷവും ചെയ്യണില്ലേ, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയണത്. ദക്ഷിണ കാശിയെന്നും ദക്ഷിണ ഗയാന്നും ഈ അമ്പലത്തിനെ പറയാറുണ്ട്. ഇത്രയ്ക്കും പ്രസിദ്ധമായൊരു അമ്പലത്തിലേക്ക് വരാൻ പറ്റിയത് തന്നെ ഭാഗ്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തീരെ പ്രതീക്ഷിക്കാണ്ട് വന്ന് കയറിയതാണ് ഇവിടെ. ഇവിടെ വന്നപ്പോൾ പക്ഷെ ഉച്ചയായി. അപ്പോൾ അമ്പലമൊക്കെ അടച്ചു, എന്നാലും പുറത്തു നിന്ന് തൊഴുതു. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്, പുനരുദ്ധാരണം നടക്കുക അമ്പലത്തിൻ്റെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേണ്ട അവിടെ മലകൾ കാണുന്നു, അതായിരിക്കും ബ്രഹ്മഗിരിയൊക്കെ. ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല അങ്ങനെയൊക്കെയാണ് ഇവിടെ ചുറ്റപ്പെട്ട് എടുക്കുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് പടികൾ ഇറങ്ങി പോകുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പാപനാശിനി എന്ന് പറഞ്ഞിട്ട് ഒരു അരുവിയുണ്ട് ഇത്ര. അവിടെയാണ് ഇങ്ങനെ ബലിതർപ്പണമൊക്കെ ചെയ്യണത്. അപ്പം ഞങ്ങൾക്ക് അവിടെ അടുത്തുള്ള കടയിലത്തെ ചേട്ടൻ പറഞ്ഞു കേട്ടോ, കുറച്ചങ്ങോട്ട് നടന്നാൽ നിങ്ങൾക്ക് പാപനാശിനി കാണാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കുറേയും കൂടി നടക്കണ്ടേ എന്നുള്ളതിൽ അപ്പം എന്തോ ടയേർഡായ പോലെ തോന്നി. അപ്പം അങ്ങനെ പോയില്ല. പക്ഷെ അതൊരു നഷ്ടമായി എന്ന് ഇപ്പം അറിയാം. എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു പോക്ക് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ ഉണ്ടാവാൻ പറയാൻ പറ്റില്ല. ആ അരുവിനെ പറ്റി ഓർക്കുമ്പോഴേ വലിയൊരു അരുവി എന്നല്ല, ഒരു ചാല് പോലെ യാത്ര പോണത്. പക്ഷെ അത് ഭയങ്കര പുണ്യ നദിയാണ്. അങ്ങനെ വളരെ പഴക്കം ചെന്ന വളരെ പ്രസിദ്ധിയുള്ള ഈ തിരുനെല്ലി അമ്പലം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഊണ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഉണ്ണിയേട്ടൻ്റെ കടയിൽ നാടൻ ഊണാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. Yanmi? Kilik. Bengwa.
ഇവിടെ കുറച്ച് കറി വെച്ചോട്ടെ, ഞാൻ ആദ്യം തന്നെ കഴിച്ചോളൂ. കഴിയുന്നില്ല. ഇവിടെ ഇട്ടോ ഞങ്ങൾ രണ്ടാരും ഒരു ഇലയിൽ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചേട്ടനാണോ ഓണർ? വൈഫാ. ഉണ്ണികൃഷ്ണ ഹോട്ടൽ അല്ലേ? ചേച്ചിയുടെ പേരെന്താ? സജിത. ചേട്ടൻ്റെ? ഉണ്ണികൃഷ്ണ. അപ്പൊ ഞാൻ ചേച്ചിയാണോ ഹെൽപ്പ് ചെയ്യണ ഇവിടെ? നന്നായിട്ട് കേട്ടോ ഭക്ഷണമൊക്കെ, ഇഷ്ടമായി. ചേട്ടൻ്റെ പേരെന്താ? ദേവൻ. ചേച്ചി? വിനീത. ഓക്കെ, ശരി ചേച്ചി. ഓക്കെ, ബൈ. ശരി. ഉണ്ണിയേട്ടനാണ് നമ്മുടെ സ്വന്തം ആളാണ്. ഈ വഴിക്ക് വരുമ്പോൾ, തിരുനെല്ലി വഴിക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു കഫ്റ്റേരിയ എന്ന് പറയാം, ഹോട്ടൽ എന്ന് പറയാം. നല്ല അടിപൊളി ഫുഡാണ്. ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും പറ്റിയ നല്ല അടിപൊളി ഫുഡാണ്. ഉണ്ണിയേട്ടൻ നമ്മുടെ സ്വന്തം ആളാണ്, മറക്കണ്ട. ഞങ്ങളവിടെ നിന്ന് ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടത് കുറുവാ ദ്വീപിലേക്കാണ് കേട്ടോ. നമ്മൾ ഈ തിരുനെല്ലിയിലേക്ക് വരുന്ന വഴിയിൽ കുറുവാ ദ്വീപ് എന്നിങ്ങനെ കണ്ടു ഒരു വഴിയിലേക്ക്. അപ്പോൾ എന്തായാലും കുറുവാ ദ്വീപിലേക്ക് കയറണമെന്ന് ഭയങ്കര ഒരു മോഹം ഉണ്ടായിരുന്നു. അപ്പം ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് ഇട്ടു. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും 4 മണിയായി. 4 മണി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യും. പിന്നെന്തോ ബോട്ടിങ്ങോ ചങ്ങാടോ എന്തോ മാത്രം ഉണ്ട് അവിടെ. പക്ഷെ പിന്നെ അത് പോകണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ കുറുവാ ദ്വീപിലേക്ക് പോകുമ്പോഴൊക്കെ കുറേ അധികം കാണാനുണ്ട് അവിടെ. അപ്പോൾ കുറേ സമയം നമുക്ക് അവിടെ വേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനൊരു സീൻ കണ്ടത്, ഇങ്ങനൊരു വ്യൂ കണ്ടത്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങണം. അപ്പോൾ എനിക്കിവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് ആ പ്രകൃതി രമണീനെ ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി. ചേച്ചിയുടെ മോനാണ് ആദ്യം ഇറങ്ങി നോക്കിയത്. ഞങ്ങൾക്ക് അതിലങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നറിയണ്ടേ. കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് പിടിച്ച് ഇറങ്ങണം. പിന്നെ അവിടെ കുറുന്തോട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരിലൊക്കെ പിടിച്ചിറങ്ങി. ഇങ്ങനത്തെയൊക്കെ സ്ഥലം കാണുമ്പോഴേ ഒരു കൊതിയാണ് ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടെ തീരെ തിരക്കില്ല, ആരുമില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് പോയി. ഞങ്ങൾ ഈ അരുവിയിൽ കൂടെ ഒന്ന് നടന്ന് അപ്പുറത്തേക്ക് കടന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ തീരെ താഴ്ചയൊന്നുമില്ല, പരന്നൊഴുകാണല്ലോ. പിന്നെ ഇതിലിങ്ങനെ ചെറിയ ഒരു ഉരുണ്ട കല്ലുകളാണ്, വെള്ളാരങ്കല്ലാണോ അത്. അപ്പോൾ ആ കല്ലുകൾ തന്നെയാവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിടിച്ച് ഇങ്ങനെ നടന്നു. നമ്മൾ ഈ ടൗണിൽ ജീവിച്ച് ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുപോലെയാണാവോ ഈ നാട്ടുകാർക്ക് അല്ലേ? ഇവർക്ക് ടൗണിൽ വന്നിട്ട് മാളും അങ്ങനത്തെ തിരക്കും അതൊക്കെ കാണാനാണാവോ ഇഷ്ടം. അതായിരിക്കില്ലേ ഇവിടെ തന്നെയാവോ അവർക്ക് ഇഷ്ടം. അങ്ങനെ കുറുവാ ദ്വീപ് എന്തായാലും കാണാൻ പറ്റില്ല. അടുത്തൊരു കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കാപ്പിത്തോട്ടാണ്. കാപ്പിപ്പൂവും കാപ്പിക്കുരും ഒക്കെ അടുത്ത് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ കറക്റ്റ് ഒരു വീടിൻ്റെയൊക്കെ മുമ്പിലായിട്ട് അവർക്ക് കാപ്പി കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് വണ്ടി ഒതുക്കി അവരുടെ അടുത്ത് പോയി കണ്ടുവിട്ടതൊക്കെ. നീണ്ട കമ്പുകളിൽ ഇടവിട്ട് വരിയായിട്ട് പൂവിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കമ്പിൽ തന്നെ 10-15 കൊലയോളം പൂക്കളുണ്ടാവും.
പറക്കാണ് കളമശ്ശേരി എറണാകുളം. ചേച്ചിയുടെ പേരെന്താ? ബീന. അപ്പൊ ഇവിടെ ബാക്കിലൊക്കെ ഉണ്ടോ വീട്ടില്? കാപ്പി കൃഷിയാണ്. ഇനി ഇത് ഉണക്കണോ? ഉണങ്ങി എത്ര ദിവസം ഉണക്കണം? 8 ദിവസം ഉണക്കിയിട്ട് കടയിൽ കൊണ്ട് കൊടുക്കൂല അങ്ങനെ? പണ്ടൊക്കെ പരിപ്പായി കൊടുക്കാറുണ്ട്, ഇപ്പം പരിപ്പാക്കലില്ല. കുരുമുളകും ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ഇതൊരു കൗതുകം കാണുമ്പോ. പരിപ്പായി കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെ പരിപ്പ? അല്ല, ഇത് ഉണക്കി കഴിഞ്ഞിട്ട് പരിപ്പാക്കി കൊടുക്കണോ? വേണ്ട, ഇത് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത്. ശരി ശരി. പിന്നെ മില്ലിലിട്ട് കൊത്തിയിട്ട് ഇതുപോലെ പരിപ്പാവും. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സാലു. സാലു. ഇത് ഈ ഏരിയ കറക്റ്റ് എവിടെയാണ്? സ്ഥലം പേരെന്താ? ഇത് പയ്യമ്പള്ളി. പയ്യമ്പള്ളി. ഞാൻ ഈ ചേച്ചിയോടെ കാപ്പിക്കുരു പൊട്ടിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ചെന്നേ. അപ്പോഴാ പറഞ്ഞേ പറിക്കുകയാണെന്നാ പറയാ. അത്രേ, കാപ്പി പറിക്കുകയാന്ന്. അവർക്ക് വീട്ടിൽ ചുറ്റും കാപ്പി കൃഷിയാണ് കേട്ടോ. കാപ്പിപ്പൂ ആരും നുള്ളാറില്ല. എന്താന്ന് വെച്ചാലേ കാപ്പി പൂത്ത് കരിഞ്ഞുണങ്ങിയാലാണ് ആ കൊല്ലം നല്ല വിളവുണ്ടാവുന്നതാണ്. ഇത് പയ്യമ്പള്ളിയാണ് സ്ഥലം. വയനാട്ടിൽ കുറേ സ്ഥലത്ത് കാപ്പി പൂത്ത് നിൽക്കണ കണ്ടു കേട്ടോ. ശരിക്കും ഈ കാപ്പിപ്പൂവിന് 1-2 ദിവസമാണെന്ന് ആയുസ്. അപ്പോൾ ആ സമയത്ത് തന്നെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ട്രോളുകളിൽ പറയില്ലേ അമ്മമാരെവിടെ പോയാലും ചെടിയും കൊണ്ടുവരുള്ളൂ എന്ന്, അതുപോലെ ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഈ ചെടിയും കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയത് മുത്തങ്ങ ബന്ദിപ്പൂരൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ആ റോഡൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ പണ്ടും ഇതിൽ വന്നിട്ടുണ്ട് മൈസൂർക്ക് പോകുമ്പോൾ ബന്ദിപ്പൂർ വഴി പോയത്. പിന്നെ മുത്തങ്ങ വഴി ഞങ്ങൾ ഒരു പ്രാവശ്യം ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഏരിയയൊക്കെ ആദ്യം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ വഴി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഈ പ്രാവശ്യം പോയപ്പോൾ ഒരു കൊമ്പനാന നിൽക്കുന്നത് കണ്ടു. ആനേനെ കണ്ട സ്ഥലം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ. കർണാടകയിലെ നാഗർഹോളെ, ബന്ദിപ്പൂർ തുടങ്ങിയ ദേശീയോദ്യാനങ്ങളെ തമിഴ്നാട്ടിലെ മുതുമലൈ ദേശീയോദ്യാനവുമായി ബന്ധിപ്പിക്കുന്നത് മുത്തങ്ങയാണ് കേട്ടോ. ഡ്രൈവിംഗ് ക്രേസ് ഉള്ളവർക്ക് ഈ വഴിയൊക്കെ ഇഷ്ടപ്പെടും. അശ്വിനി ഈ വണ്ടി അടിച്ച് മിന്നിച്ച് തന്നെ വിടുന്നുണ്ട്. ബാക്കിൽ നമ്മുടെ കോളേജിൽ ശ്രീജിത്തും അടിച്ച് മിന്നിച്ച് കയറി വരുന്നുണ്ട്. ദേ ഞങ്ങൾ കണ്ട കൊമ്പനാന. വയനാട്ടിൽ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൽ കുറുവ ദ്വീപ്, എടക്കൽ കേവ്, പിന്നെ എന്നൂര്, ഇതൊക്കെ കാണണമെന്ന് വെച്ച സ്ഥലങ്ങളാണ് കേട്ടോ. അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല. ഞങ്ങളാകെ 2 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഒരു നൈറ്റാണ് അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ സ്ഥലങ്ങൾ കണ്ടത് തന്നെ ഭാഗ്യം എന്ന് പറയാം. പോണ വഴി ഗുണ്ടൽപേട്ടിലെത്തിയപ്പോൾ സൂര്യകാന്തിപ്പാടം കണ്ടു. സൂര്യകാന്തി കൃഷി ചെയ്യണത് സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അപ്പോൾ ഈവനിങ് ശരിക്കും സൺസെറ്റ് ആവണ ആ ടൈമായി. അപ്പോൾ വേഗം വെളിച്ചം പോയിട്ടാ. എന്തായാലും അതൊരു ആഗ്രഹമായിരുന്നു, എപ്പോഴെങ്കിലും സൂര്യകാന്തി പാടവും ഒക്കെ കാണണമെന്ന്. ഇങ്ങനെ പൂക്കൾ കൃഷി ചെയ്യണ സ്ഥലമൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ ഒരാഗ്രഹം ഇവിടെ സാധിച്ചു. സൂര്യകാന്തി പാടം കണ്ടു. ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, പൂക്കൾ കൃഷി ചെയ്യണുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിറങ്ങി ഇത് ഫോട്ടോ എടുക്കണതിന് 20 രൂപയാട്ടോ അവർ വാങ്ങണത്. കുറച്ചും കൂടി വെളിച്ചുള്ള സമയമാണെങ്കിൽ ഇത്തിരി കൂടി വീഡിയോസ് എടുക്കായിരുന്നത്. ഇപ്പോൾ ഇരുട്ടായി പോയി. എന്നാലും ഈ സുന്ദരിപ്പൂവിനെ ഒന്ന് കാണാൻ പറ്റി. സൂര്യകാന്തിത്തോട്ടം കണ്ടിറങ്ങി. പിന്നെ ഞങ്ങൾ വഴിയിൽ എവിടെയോ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഗൂഡല്ലൂർ വഴി അന്ന് തന്നെ നമ്മുടെ നാട്ടിലെത്തിയിട്ടാ. അതൊക്കെ സ്പീഡിലൊരു പോക്കായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു എന്ന് പറയാം. രസമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ രസമാണ്. വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തോന്നിയത് വയനാട്ടിൽ ഇനി കാണാണ്ട് കിടക്കണ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോയി കാണണം എന്നാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ വയനാടൻ യാത്രയും വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം.